അങ്ങ് ഓഫാക്ക്. ഒരു സ്റ്റാർ മാത്രമേ ഉണ്ടാവുക. അത് മാത്രം മുമ്പിൽ. ഫ്രണ്ട്സ്, ഇന്നൊരു നൈറ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കുഞ്ഞാറ്റേൻ്റെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ മുമ്പ് ക്രിസ്മസ് എല്ലാം ആയതുകൊണ്ട് ഇങ്ങനെ ഡിസംബർ മാസം ആയതുകൊണ്ട് ഏട്ടൻ ഇത് സ്റ്റാർ തൂക്കലാണ് ഫസ്റ്റ് തന്നെ. ഇപ്പോൾ ഒരു സമയം ഒരു 6-7 മണി ആകുന്നേ ഉള്ളൂ. ബർത്ത്ഡേ കേക്കെല്ലാം മുറിക്കുന്നത് നമ്മൾ ഒരു രാത്രി 9 മണിൻ്റെ സമയത്താണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ജോലിക്കെല്ലാം പോയിട്ട് ഈ സമയത്ത് എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് കേക്ക് മുറിക്കലും പിന്നെ ബർത്ത്ഡേ പരിപാടിയെല്ലാം രാത്രി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നെയ്ച്ചോറും പിന്നെ വറുത്തരച്ച ചിക്കൻ കറിയുമാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാക്കുന്ന തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ബിരിയാണി ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം അത് മാറ്റി വെച്ച് ചേച്ചി ചിക്കൻ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി മുറ്റത്ത് പോയിട്ടാണുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഞാൻ ചെയ്യുന്ന ഇത് തക്കാളി ഉള്ളിയെല്ലാം വഴറ്റി ചിക്കൻ കറിക്കുള്ള എല്ലാം കൂട്ട് തയ്യാറാക്കി വെക്കലാണ്. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ചിക്കനെല്ലാം കഴുകിയിട്ടാൽ മതിയല്ലോ. നല്ലോണം വഴറ്റി ഉപ്പിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ പോലെ അല്ല, എനിക്ക് കപ്പ ഇഷ്ടമല്ല. ഇപ്പൊ ഗ്യാസ് കൂടുമ്പോ എന്തെങ്കിലും ഒരു അസ്വസ്ഥത. ബ്രൗൺ കളറായാൽ മതി കേട്ടോ. അതിടുമ്പോ പിന്നെ തേങ്ങ അരിയില്ല അല്ലേ? ഇടാം മുട്ട. പണിയെടുക്കുമ്പോഴൊന്നുമില്ല. പോണോ നോക്കിയിട്ട് എന്നാൽ അത്രയല്ലേ കഴുകണ്ടോ? ആവശ്യത്തിനുള്ള മാത്രം. എന്നാൽ പിന്നെ അതന്നെ കഴുകി ഉപയോഗിച്ചാൽ. ഞാനിപ്പോൾ ഇതാ രാവിലെ എല്ലാം കഴുകി വെച്ചിട്ട് പോയതാ. പിന്നെ ഇപ്പം അടുക്കളയിൽ കയറുന്നുള്ളൂ. മോൾ നല്ല സ്പീഡിലാ വണ്ടികൾ വരാം.
ആയി അല്ല ഇനിതാ ഇത് കേക്ക് മുറിക്കുമ്പോഴത്തേക്ക് ഇതാവും. ഞാനും 6:30 വന്നെ, 7 മണിയാകാനേന്. ഇനി എന്തിനാ ഇതില്ലേ? ഇനി ചേച്ചി നെയ്ച്ചോറും എല്ലാം ഉണ്ട്, കൊറേ ആക്കീനെ. ഇനിയിപ്പം മീനിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇനി ഉപ്പിട്ടിട്ടില്ലാന്ന് ഇരിക്കണ്ടല്ലോ. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നോക്കിയാൽ മതി. എണ്ണ വെച്ചിട്ട് ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. ആ സമയത്ത് നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പം തന്നെ സമയം ഒരു 9 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികളെല്ലാം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ചിക്കൻ കറി ആവുന്ന സമയത്തേക്ക് കേക്ക് മുറിച്ച് എല്ലാം ശരിയാക്കി വെക്കണം. വലിയ അപ്പാട് തിന്ന് എടാ വായിൽ വെച്ച് കൊടുക്കടാ. അത് തിന്നാനുള്ള വെപ്രാളം അത് ദീപ്തി ഓ കുക്കൂട്ടി കൊടുക്ക്. അങ്ങനെ കേക്ക് മുറിയെല്ലാം കഴിഞ്ഞ് ആ സമയത്തേക്ക് തന്നെ നമ്മള് ഇത് എന്തോ പറ്റിക്കലായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. അത് തുറക്കുമ്പോ എന്തെങ്കിലും ഉണ്ടാവും. നേതു കൊടുത്തിട്ടുണ്ടല്ലോ ഒന്ന്. പേപ്പറൊക്കെ വേറെ എന്തെങ്കിലും കാണിക്കേ. ഓ ഇവരെ കൂട്ടുകാരികളായിരിക്കും. അന്നേരം കണ്ണും അല്ലേ ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ അമ്മമ്മേനെ കൊറേ സംഭവം എടുക്കണ്ടേ. ആ കണ്ണൻ അങ്ങനെ എടുത്തു. ഞാൻ ഇതാ ആ കുക്കൂട്ടി അത് സ്കൂളിലേക്ക് ലൈബ്രറി കൊടുക്കാനാണ് കാണിച്ച. സ്കൂളില് ഏതൊരു പെണ്ണ് പറഞ്ഞാലും കൊടുത്തു ആ ഇടിക്ക് വെച്ച് വാങ്ങി കൊടുത്തില്ലേ. കുറച്ച് വായിച്ചു പഠിച്ചില്ല. കുഞ്ഞാന്റെ ആകാംക്ഷ പാമ്പായിരിക്കും. എന്തോ എഴുതെന്തുവാ
ഹാപ്പി ബർത്ത്ഡേ. അതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. ഞാൻ കണ്ടില്ലേനും വെക്കണ്ട. ഇഷ്ടപ്പെട്ടാ? അത് പണ്ടത്തെ ഇഷ്ടപ്പെട്ടാ? ഇന്നലെയോ അതോ? അങ്ങനെ കേക്ക് മുറിക്കലും ഗിഫ്റ്റ് പരിപാടിയും എല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് തന്നെ നമ്മളെ ചിക്കൻ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് അന്നേരം തന്നെ രാത്രി ഒരു 10 മണിയെല്ലാം കഴിഞ്ഞിന് അപ്പം ഭക്ഷണം കഴിക്കലാണ് അടുത്തൊരു പരിപാടി. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇപ്പം തന്നെ ഒരു രാത്രി 10 മണിയെല്ലാം കഴിഞ്ഞിന്. പിന്നെ കുഞ്ഞാറ്റ മാത്രം കുറേ കഴിഞ്ഞിട്ടാണ് തിന്നെ. എന്നാന്ന് വെച്ചാൽ ഓള് നെയ്ച്ചോറായാലും തന്നെ ചോറെല്ലാം തിന്നിന് അന്നേരം വിശന്നുണ്ട്. അതുകൊണ്ട് ഓള് നമ്മളെല്ലാം ഇരിക്കുമ്പോൾ ഇരുന്നിട്ടില്ല. ഓള് പിന്നെ വിശന്നേരം ഒന്നും കൂടി തിന്നാനിരുന്നാണ്. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ നമ്മളെ ബർത്ത്ഡേ പരിപാടി. പിന്നെ ഇവളൊരു ചെറിയൊരു ഡാൻസും കൂടി. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നൈറ്റ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.